ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിയും അഞ്ജുവും അപ്പവും കൂടി ഇരുന്ന് സംസാരിക്കുന്ന സമയം കണ്ണൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയാം. അപ്പം നമ്മളാരും അറിയാത്ത എന്തോ ഒരു സീക്രട്ട് അവൻ ആ ഫോണിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് മോള് ഫോൺ എടുത്തപ്പോൾ അവൻ അങ്ങനെ പ്രതികരിച്ചതെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ അപ്പു ഇരുന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ കണ്ണൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി നമ്മുടെ ദേവി അങ്ങനെ പറയുക. അമ്മയുള്ളിടത്തോളം കാലമേ ഇങ്ങനെയൊക്കെ ബന്ധങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം കണ്ണൻ പറഞ്ഞില്ലേ, അതൊക്കെ അങ്ങനെ ചിറകിനുള്ളിൽ ഒതുക്കിയിട്ട് ഒരു കാര്യമില്ല. ചിറക് വളർന്ന് പറക്കാൻ മുറ്റിയാലേ പിന്നെ അവരെ സ്വന്തം ഇഷ്ടത്തിന് പറക്കാൻ അനുവദിക്കുന്നതാണ് നല്ലതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ദേവി ഇങ്ങനെ അവിടെ ഇരുന്ന് ഇവരോട് പറയണം. അപ്പോഴേക്കും അവർ കടയടച്ചിട്ട് വന്നു. 3 പേരും കടയടച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഇങ്ങനെ 3 പേരോട് ഇരിക്കുമല്ലേ. അപ്പോൾ ചെന്നു, ഇവരെല്ലാവരും കൂടെ കയറി ഇങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും പെണ്ണുങ്ങളെല്ലാം എഴുന്നേറ്റ് ചുറ്റിനും നിന്നു. ആ സമയത്ത് ഇവൻ വന്നപ്പം മുതൽ മുറിയിൽ കയറി കഥകടച്ചിരിപ്പാണല്ലോ. ഇവൻ എന്താ പറ്റിയെന്ന് മനസ്സിലാകുന്നില്ലല്ലോ അഞ്ജു എന്നൊക്കെ നമ്മുടെ അപ്പവും അതുപോലെ അഞ്ജുവും കൂടെ ഇങ്ങനെ നിന്ന് പറയണു. ഇത്രയും പേരവിടെ ഉണ്ടായിട്ടും അവരെല്ലാം കടയടച്ച് വന്നിട്ടും കണ്ണൻ മാത്രം ഇവരുടെ അടുത്തേക്ക് വന്നില്ല. അപ്പോൾ ഇനി അവന് മാനസികമായിട്ടുള്ള വലിയ പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അഞ്ജുവും ചോദിക്കുക കേട്ടോ. കണ്ണൻ അന്നേരം എന്തിയെന്ന് ഇവർ ചോദിച്ചു. കണ്ണൻ റൂമിലുണ്ടെന്ന് പറഞ്ഞിട്ട് ദേവി കണ്ണനെ വിളിക്കാനായിട്ട് റൂമിലേക്ക് പോണു. ഈ സമയത്ത് കണ്ണൻ അവിടെ മൊബൈലിലൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. ദേവി ചെന്ന് വാതിലിൽ കൊട്ടിയപ്പോഴേക്കും കണ്ണൻ വന്ന് വാതിൽ തുറന്നു. ഇവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതുപോലെയാണ് കണ്ണൻ അവിടെ ഇരുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അപ്പോൾ ദേവി ചെന്നപ്പോൾ വാതിൽ തുറന്നപ്പോൾ നിന്നെ ബാലേട്ടൻ വിളിക്കുന്നുണ്ട്, ഫോണിലേക്ക് വരാൻ പറഞ്ഞ് ദേവി അങ്ങോട്ടേക്ക് പോയി. ദേവി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കണ്ണൻ ഇങ്ങനെ എന്തിനായിരിക്കും വിളിക്കുന്നത് എന്നിങ്ങനെ ആലോചിച്ച് താടിയൊക്കെ തിരുമ്മി അവിടെ അങ്ങനെ നിൽക്കുക. ദേവി അങ്ങ് ചെന്ന പുറകെ കണ്ണൻ പിന്നാലെ ചെന്നു. കണ്ണൻ ചെന്നിട്ട് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ദേവി വന്നപ്പോൾ ആദ്യം ദേവിയാണ് വന്നത്. ദേവി വന്നിട്ട് എന്തിനാ ബാലേട്ടൻ അവനെ വിളിച്ചതെന്ന് ചോദിച്ചു. അവൻ ചോദിച്ച കാശിൻ്റെ കാര്യം വല്ല ആയോ എന്ന് ചോദിച്ചപ്പോൾ 1,00,000 രൂപയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, അതൊന്ന് കൊടുത്തു നോക്കാം, എന്താ പറയുന്നതെന്ന് അറിയാലോ. അപ്പോൾ ഇങ്ങനെ ദേവി ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും ഇവൻ എത്ര രൂപയെ ചോദിച്ചതെന്നുള്ളതും അറിയില്ല. ആ നേരത്തേക്കും കണ്ണൻ രണ്ടും കൽപ്പിച്ച് ഇവരുടെ അടുത്തേക്ക് വരുന്നു. കണ്ണൻ ഇങ്ങനെ പിന്നാലെ വന്നു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ ഞാനേ ഒരു കാര്യം പറയാൻ വിളിപ്പിച്ചതാ. അതും പറഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും സാന്നിധ്യത്തിൽ ഇത് തരാമെന്ന് കരുതിയിട്ട് നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോഴേക്കും കണ്ണൻ ആകാംക്ഷയോടെ നോക്കുവാണ്. ഇതാ ബിസിനസ്സിന് വേണ്ടി ആവശ്യപ്പെട്ടതിൽ തൽക്കാലത്തേക്ക് ഇത് വെച്ചോളാൻ പറഞ്ഞിങ്ങനെ കൊടുക്കുക. അത് പിന്നെ ഇത് ഞങ്ങൾ 3 പേരും കൂടി സ്വരൂപിച്ചെടുത്തതാണെന്ന് പറഞ്ഞപ്പോഴേക്കും ശിവനും ഹരിയും കൂടെ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. കണ്ണൻ എന്നൊരു ഇവരെയൊക്കെ മാറി ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് ഇതിൽ എത്ര ഉണ്ടോ ഇല്ലേട്ടാന്ന് ചോദിച്ചു. ഇത് 1,00,000 രൂപയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിന് ഇതൊന്നിനും ആകില്ല വലിയേട്ടാ എന്ന് കണ്ണൻ പറയുവാണ്. അപ്പോഴേക്കും എല്ലാവരുടെ മുഖം അങ്ങ് വാടിയേ. തുടങ്ങാൻ പോകുന്ന കമ്പനിയുടെ ആ ഒരു ഇത് ഞാൻ ബാലേട്ടനോട് പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും എല്ലാവരും വിഷമിക്കുന്നു. സ്വന്തമായിട്ട് കമ്പനി തുടങ്ങുമ്പോൾ അതിനുള്ള തുക നീ സ്വന്തമായിട്ട് കണ്ടെത്തണം. 10,65,000 രൂപ ശമ്പളം ഉണ്ടെന്നൊക്കെ നീ ഫോണിലൂടെ ആരോടോ വിളിച്ചു പറയുന്നത് കേട്ടല്ലോ. എന്നിട്ടെന്താ നിൻ്റെ കയ്യിൽ നീക്കിയിരിപ്പൊന്നും ഇല്ലേന്ന് ചോദിച്ചു. ഇത്രയും കാലം ജോലി ചെയ്തതൊക്കെ നീ എന്താ ചെയ്തതെന്നൊക്കെ അപ്പ് ചോദിച്ചപ്പം അതെൻ്റെ പേഴ്സണൽ കാര്യമാണെന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് കൊച്ചെടുത്ത് ചോദിക്കാനോ വിസ്തരിക്കാനൊന്നും വരണ്ട, ഞാൻ നിങ്ങളോട് ആരോടും അല്ലല്ലോ എൻ്റെ വലിയേട്ടനോടല്ലേ ചോദിച്ചതെന്നും ചോദിച്ചുകൊണ്ട് കണ്ണൻ ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. പിന്നെ നിനക്കിപ്പോൾ എത്ര രൂപ വേണമെന്നാണ് പറയുന്നതെന്ന് ചോദിച്ചു ശിവൻ. അപ്പോൾ അത് വലിയേട്ടൻ തീരുമാനിച്ചോട്ടെ, എന്തായാലും ഈ സ്വരൂപിച്ച് കൂട്ടി 1,00,000 രൂപ അതെനിക്ക് വേണ്ട എന്ന് കണ്ണൻ അങ്ങനെ ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് കണ്ണൻ അങ്ങ് പോയി. എല്ലാവരും ആകെ ഞെട്ടിപ്പോയി കേട്ടോ. കണ്ണൻ ഇങ്ങനെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ വല്ലാതെയായി ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് നമ്മുടെ അപ്പു റൂമിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി കണ്ണൻ എന്ന് പറയുന്നവൻ ചില്ലറക്കാരനായിട്ടല്ല മടങ്ങി എത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം. അതങ്ങനെ കഴിഞ്ഞു. നമ്മുടെ ദേവി മുറിയിൽ പോയി പൊട്ടിക്കരയുവാണ്. ദേവിയുടെ നിയന്ത്രണം വിട്ടുപോയി. ബാലൻ അന്നേരം മുറിയിലേക്ക് ചെന്ന് ദേവിയെ സമാധാനിപ്പിക്കാൻ നോക്കുക. താൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടണമെന്നും ചോദിച്ച്. ആരോടാ സംസാരിക്കുന്നത്, എന്താ സംസാരിക്കുന്നത് എന്ന് പോലും ഓർക്കാതെ കണ്ണൻ എന്തൊക്കെയായി വിളിച്ചു പറയുന്നതെന്ന് ദേവി ബാലനോട് ചോദിച്ചു. ബാലേട്ടനോട് പോലും അവൻ അന്യനോട് സംസാരിക്കുന്നത് പോലെയല്ലേ സംസാരിച്ചത്. ഇതെന്താ ഇത് നമ്മൾ താലോലിച്ച് വളർത്തിയ നമ്മുടെ കണ്ണൻ തന്നെയാണോ ബാലേട്ടാന്ന് ചോദിച്ചപ്പം താൻ ഇങ്ങനെ ഇവിടെ നിന്ന് മനസ്സ് വേദനിച്ചിട്ട് എന്താ കാര്യം, അവൻ ആവശ്യപ്പെട്ട തുക ഒരുമിച്ച് കിട്ടാതെ വന്നപ്പോഴുള്ള നിരാശ കൊണ്ടാണ് അവൻ അങ്ങനെ പ്രതികരിച്ചതെന്നുള്ള കാര്യം പറയുക ബാലൻ. അതോർത്ത് താൻ വെറുതെ സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്നാലും അവൻ്റെ ശമ്പളത്തെക്കുറിച്ച് അപ്പു ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് മറുപടി കേട്ടില്ലേ ബാലേട്ടാ. ചോദിച്ചതിനുള്ള മറുപടി ഇല്ലാത്തത് കൊണ്ടല്ലേ അവൻ അപ്പുവിന് നേരെ തട്ടിക്കയറി സംസാരിച്ചത്.
അതും അവൻ്റെ ഏട്ടത്തിയാണ് അവളെന്നുള്ളൊരു ബഹുമാനം പോലും ഇല്ലാത്തല്ലേ അവൻ സംസാരിച്ചത്. അപമാനിക്കുന്ന രീതിയിലല്ലേ അവൻ അവളോട് സംസാരിച്ചത്. ഞാൻ പറഞ്ഞില്ലേടോ, അവനിപ്പോൾ പഴയതുപോലെ ആരോടും ബഹുമാനമോ സ്നേഹമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവൻ വന്ന ലക്ഷ്യം നിറവേറണം, അത്രേ ഉള്ളൂ. മതി. ഇനി ഹരിയോടും ശിവനോടും കണ്ണൻ വന്നത് എന്തിനാണെന്നും അവൻ ആവശ്യപ്പെടുന്നത് എന്തിനാണെന്നും തുറന്നു പറഞ്ഞേ പറ്റൂ ബാലേട്ടാ, അല്ലാതെ കഴിയില്ല. അല്ലാതെ എത്ര നാളത്തേക്ക് അവരറിയാതെ ഇത് മറച്ചു വെച്ച് നടക്കാൻ കഴിയും? അത് ശരിയാവില്ല. 10,65,000 രൂപ ശമ്പളം ഉണ്ടെന്നൊക്കെ അവൻ പറഞ്ഞത് വെറും പച്ച കള്ളമാണെന്ന് ഉറപ്പാ. എന്നോട് പോലും അങ്ങനെ കള്ളം പറയാൻ മടിയില്ലാത്തവൻ ഫ്രണ്ട്സുമായി ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞത് സത്യമാണെന്നൊക്കെ ആർക്കറിയാം? തൽക്കാലം അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മതി അവന് പണം കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പം അവൻ എന്തായാലും സ്വാന്തനം തറവാടിൻ്റെ സ്വത്തിൽ 4/1 അവകാശമുള്ളതല്ലേന്ന് ചോദിച്ചു ബാലൻ. അതവന് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒന്നും അന്വേഷിക്കാതെ അത് വിട്ടുകൊടുത്താൽ എങ്ങനെ ശരിയാകുമെന്ന് ദേവി അന്നേരം ചോദിച്ചു. ബാലേട്ടൻ ഹരിയോടും ശിവനോടും കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഒരു തീരുമാനം എടുത്താൽ മതിയെന്നാണ് എൻ്റെ അഭിപ്രായമെന്നും ദേവി പറഞ്ഞു. അങ്ങനെ നമ്മുടെ തന്നിഷ്ടത്തിന് ചെയ്താൽ അത് ശരിയാകില്ലെന്നും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അപ്പവും അതുപോലെ ഹരിയും കൂടെ റൂമിൽ നിന്നിങ്ങനെ സംസാരിക്കുക. അവൻ്റെ മനസ്സിപ്പോൾ വളരെ ഒരു വല്ലാത്ത അവസ്ഥയിലാണെന്നും അവൻ്റെ മനസ്സിൽ ആകെ ഒരൊറ്റ ചിന്തയുള്ളൂ, അവൻ തുടങ്ങാനിരിക്കുന്ന ബിസിനസ്സിന് വേണ്ടി എങ്ങനെയും കാശ് സ്വരൂപിക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ അവനുള്ളെന്ന് അപ്പു ഹരിയോട് പറഞ്ഞു. അവനിപ്പോൾ വല്യേട്ടനെന്നോ വല്യേടത്തിയെന്നോ ഏട്ടന്മാരെന്നോ ഏട്ടത്തിമാരെന്നോ ഒന്നും ഒരു സെൻറ്റിമെൻസും ഇല്ല ഹരിയെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഹരിയും പേടിച്ച് നിൽക്കുക കേട്ടോ. എന്നോട് അവൻ പറഞ്ഞത് കേട്ടില്ലേ, അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. അപ്പോൾ അവന് ഞാൻ ആരായി? അല്ലെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അവൻ്റെ ശമ്പളത്തെക്കുറിച്ചും അതെങ്ങനെ എന്തിനു വേണ്ടി ചിലവാക്കുന്നു എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഹരി അപ്പുവിനെ കുറ്റപ്പെടുത്തുക. നീ അറിഞ്ഞ കാര്യങ്ങൾ നിൻ്റെ മനസ്സിൽ തന്നെ വെക്കേണ്ട കാര്യമല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ചോദിച്ചു. അതിന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഉത്തരം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ പ്രതികരിച്ചത്. ഞാനങ്ങനെ മനഃപൂർവ്വം ചോദിച്ചതൊന്നും അല്ല ഹരി. ബാലേട്ടൻ നീട്ടിയ പണം വാങ്ങാതെ എത്രയുണ്ടെന്ന് ധാർഷ്ട്യത്തോടെ ബാലേട്ടൻ്റെ മുഖത്ത് നോക്കി അവൻ ചോദിച്ചപ്പോൾ സഹിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ചോദിച്ചു പോയതാണെന്നും അപ്പു പറഞ്ഞു. ബാലേട്ടനോട് അവൻ അങ്ങനെ ചോദിക്കാൻ കൊള്ളാമോ? പോട്ടെ, അത് വിട്ടുകള. അതവൻ്റെ പക്വതയില്ലായ്മയാണെന്ന് കരുതിയാൽ മതിയെന്ന് ഹരി. അല്ല, 1,00,000 രൂപ അവൻ തുടങ്ങാൻ പോകുന്ന ബിസിനസ്സിന് ഒന്നും ആകില്ലെന്നല്ലേ അവൻ പറഞ്ഞത്? എല്ലാം വല്യേട്ടൻ തീരുമാനിക്കട്ടെ എന്നും അവൻ പറഞ്ഞു. അതിനർത്ഥം ബാലേട്ടനോട് അവൻ എത്രയോ തുക ചോദിച്ചിട്ടുണ്ടെന്ന് തന്നെ അല്ലേന്ന് ചോദിച്ചു അപ്പു. അപ്പോൾ അവൻ ചോദിച്ച തുക എത്രയാണെന്ന് ബാലേട്ടൻ അറിയാമായിരിക്കും. അത് ഇതുവരെ നിന്നോടോ ശിവനോടോ ബാലേട്ടൻ പറഞ്ഞിട്ടില്ല അല്ലേ? അതെത്രയാണെന്ന് അറിഞ്ഞാലേ കണ്ണൻ്റെ ഈ വരവിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ എന്ന് അപ്പു പറഞ്ഞു. അങ്ങനെ താങ്ങാൻ പറ്റാത്ത വലിയ തുകയാണെങ്കിൽ ബാലേട്ടൻ ഇപ്പോൾ ഈ 1,00,000 രൂപ അവൻ്റെ മുന്നിൽ വെച്ച് നീട്ടില്ലല്ലോ. പക്ഷേ അതവൻ വാങ്ങാൻ തയ്യാറായില്ലല്ലോ ഹരി. അപ്പോഴോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാലേട്ടൻ എന്നോടും ശിവനോടും പറയാതിരിക്കില്ല എന്ന് പറഞ്ഞു ഹരി. പറയട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാമെന്ന് ഹരിയും പറഞ്ഞു. അങ്ങനെ അവരതും സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് രാവിലെയായി. നമ്മുടെ അഞ്ചു ഇങ്ങനെ റൂമിൽ വിഷമിച്ചിരിക്കുമ്പോഴേക്കും ജയന്തി അങ്ങോട്ടേക്ക് കയറി വന്നു. വന്നോ മാരണം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചു ഇങ്ങനെ ഇരിക്കുമ്പോൾ അതും തടി അഞ്ചു നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു ജയന്തി. അല്ല, വരണ്ടാന്ന് പറഞ്ഞാലും ഒരു ഉളുപ്പുമില്ലാതെ വലിഞ്ഞു കയറി വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഓഹോ എന്നും പറഞ്ഞു മുറിയിലേക്ക് ഇതേ ഇടിച്ച് കയറി അങ്ങ് ചെന്നിട്ട്, അതേടി ഞാൻ വരും, നീ എന്നെ ആട്ടി ഇറക്കിയാലും ഞാൻ വരും. എന്തുകൊണ്ടാണെന്നറിയാവോ? നീയേ എൻ്റെ ചോര ആയതുകൊണ്ടാ. ഇത് നോക്കിക്കേ, ഇത് കണ്ടോ, ഇതും കൊണ്ട് വന്നതാ ഞാൻ. വയറ്റ് കണ്ണിയായിട്ട് ഇരിക്കുകയല്ലേ എന്ന് കരുതിയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പറമ്പിൽ നിന്ന് പറിച്ചെടുത്തേ ഉപ്പിലിട്ട് വെച്ചിരുന്ന പച്ചുമാങ്ങയും കൊണ്ട് വന്നതാ ഞാൻ. എന്നിട്ട് എന്നോട് അകത്ത് വരണ്ടാന്ന് പറയാനേ എങ്ങനെ മനസ്സ് വന്നടി നിനക്ക്? പിന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പറമ്പിൽ നിന്ന് പറിച്ചതാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഇത് കണ്ടാൽ അറിയാലോ കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന്. എൻ്റെ മഹാദേവ, നീ എന്തോന്നാടി പറയുന്നത്? കടയിൽ നിന്ന് വാങ്ങിച്ചതാണെന്നോ? വേണ്ട വേണ്ട, ഇനി ഉപ്പുമാങ്ങയുടെ പേരിൽ മഹാദേവനെ പിടിച്ച് ആണയിടുമൊന്നും വേണ്ട, അതിങ്ങ് തന്നേക്കാൻ പറഞ്ഞ് മേടിച്ചു. എടി നീ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞാൽ ആർക്കായാലും വേദന ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു. നീ ഉണ്ടല്ലോ നീ എന്ന അമ്മയെ ആശുപത്രി കൊണ്ടുപോയ കഥയൊക്കെ എനിക്കറിയാം. നിന്നെ സ്നേഹിച്ച് ആര് വന്നാലും അവരോടെല്ലാം നീ ഇങ്ങനെ പെരുമാറുള്ളൂ. അന്ന് അപ്പച്ചൻ നിന്നെ ആശുപത്രി കൊണ്ടുപോകാൻ വന്നപ്പോൾ നീ മനസ്സോടെയല്ലേ ആ പാവത്തിനെ വിളിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് ആശുപത്രിയിൽ ചെന്നിട്ടോ അതിനെ ഡോക്ടറുടെ മുറിയിൽ നിന്ന് തള്ളി പുറത്താക്കിയിട്ട് വരാന്തയിൽ കാത്തിരിക്കേണ്ട അവസ്ഥയിൽ വന്നില്ലേ? ഇതൊക്കെ അമ്മ പറഞ്ഞതാണോ അതോ ജയന്തേച്ചിയുടെ വക
കുറച്ച് എരിവും കൂടി കയറ്റി പറഞ്ഞതാണെന്ന് ചോദിച്ചപ്പം എരിവ് കയറ്റിയാലും ഇല്ലെങ്കിലും ഇതൊക്കെ ഉണ്ടായത് തന്നെയല്ലേ എന്ന് ചോദിച്ചു ജയന്തി. അമ്മയെ ആരും തള്ളി പുറത്താക്കിയൊന്നുമില്ല. എന്നെ കൂട്ടി ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോകാൻ വന്നതാണെന്നും പറഞ്ഞ് അമ്മയായിട്ട് ഇങ്ങോട്ട് വന്നതാ. ശരിക്കു പറഞ്ഞ ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് വാങ്ങിയതും കൂടെ വരാനിരുന്നതും ദേവേച്ചിയാ. പിന്നെ അമ്മ കൂടെ വരാൻ വേണ്ടി വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ ദേവേച്ചിയായിട്ട് ഒഴിഞ്ഞു മാറിയതാണെന്നും അഞ്ജു പറഞ്ഞു. കൂടെ ശിവേട്ടനും കൂടെ വന്നപ്പോഴേ ഡോക്ടർ ശിവേട്ടനെ അന്വേഷിച്ചു. എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ തവണ ചെക്കപ്പിന് പോയപ്പോൾ എൻ്റെ ഒപ്പം ശിവേട്ടനാണ് വന്നിരുന്നത്, അതുകൊണ്ട് അതങ്ങനെ തന്നെയായി. പിന്നെ അന്ന് അമ്മയ്ക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും അവിടെ ഉണ്ടായില്ല. പിന്നെ ജയന്തിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട. പിന്നെ അന്ന് അമ്മയ്ക്ക് വയ്യാതെ വന്ന സമയത്ത് അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയത് ജയന്തിച്ചല്ലേ എന്ന് ചോദിച്ചു. ആ അതെ, അന്ന് ഞങ്ങളാരെയും കൂട്ടാതെ അമ്മയെയും കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് അവിടെ ചെന്ന് റിസപ്ഷനിൽ കിടന്ന് കച്ചറ ഉണ്ടാക്കിയിട്ട് അവിടെയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് തള്ളി പുറത്താക്കിയത് ഓർമ്മയുണ്ടോ? അങ്ങനെയൊന്നും ഏതായാലും ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളങ്ങനെ കൊണ്ടുപോകാതിരുന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണം വന്നല്ലേ എന്ന് ചോദിച്ചു ജയന്തി. ആ കണ്ണനപ്പുറയെങ്ങാണ്ടുണ്ട്. ആ വന്നു. ഇതെന്താ ഇവളിങ്ങനെ പറയുന്നേ? കണ്ണം വന്നതിൽ ഇവക്ക് എന്തോ ഇഷ്ടക്കുറവുണ്ടല്ലോ. ആ ശരി, ഞാനെന്നാലേ അപ്പൂനെ ദേവിനെയും കൊണ്ടൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് അവിടുന്ന് ജയന്തി അങ്ങ് എഴുന്നേറ്റ് പോയി. അന്നേരത്തേക്കും ജയന്തിക്കും മനസ്സിലായി. അങ്ങനെ ജയന്തി ഇതും പറഞ്ഞ് പുറത്തേക്ക് എന്നപ്പോഴേക്കും നമ്മുടെ ദേവൂട്ടി അവിടെ ഇരിക്കുക. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കൊച്ചിനോട് ചോദിച്ചാൽ അറിയാം. പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരി നേരെ ദേവൂട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ദേവൂട്ടി സോപ്പിടുവാണ്. ദേവൂട്ടി എന്നും വിളിച്ച്. ആഹാ, ഇതെന്താ വല്യാൻ്റിയുടെ മോള് വരയ്ക്കുന്നേ? പടങ്ങൾ വരയ്ക്കുക, ടീച്ചറെ കാണിക്കാനുള്ള പടങ്ങളാ എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ കണ്ണൻ കൊച്ചൻ വന്നല്ലേ, എന്താ കണ്ണൻ കൊച്ചൻ മോളോട് പറഞ്ഞേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും കൊച്ചു പറഞ്ഞു, ഞാൻ കണ്ണൻ കൊച്ചൻ്റെ ഫോൺ എടുത്ത് പണിതപ്പോഴേ കൊച്ചൻ എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ടാ അവർക്ക് ദേഷ്യം എന്ന് പറഞ്ഞിരിക്കുമ്പം ജയന്തി അടുത്ത് എപ്പോഴത്തേന്ന് ചോദിച്ചാൽ അപ്പു അങ്ങോട്ടേക്ക് വന്നു. ഞാൻ അഞ്ജുവിനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ലേന്ന് ചോദിച്ചു. അപ്പു കണ്ടു എന്നും പറഞ്ഞു. പിന്നെ കണ്ണൻ വന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അഞ്ജു അത്ര താല്പര്യമില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല കേട്ടോ എന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കണം. ദേവി അപ്പു നിങ്ങൾ രണ്ടുപേരും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയപ്പോൾ ദേവൂട്ടി എവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ദേവൂട്ടി എന്നോടെല്ലാം പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ശരിയല്ലേ എന്ന് ചോദിച്ചു. അതെ ശരി തന്നെയാണ്. അവൻ ചെന്നൈയിൽ അവൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം എന്തോ കമ്പനി തുടങ്ങാൻ പോവുക. അപ്പം അതിന് മുടക്കാൻ കുറച്ച് കാശ് വേണം, അതിനു വേണ്ടി വന്നതാ അവനെന്ന് പറയുമ്പോൾ അത് പറ, അങ്ങനെ വരട്ടെ, കൊള്ളാം. അപ്പോഴേ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടിയതാ. ഇത്രയും കാലം കഴിഞ്ഞിട്ട് അവൻ വന്നതേ ഇതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കുമെന്ന്, അല്ലാതെ അവൻ വരാൻ വഴിയില്ലല്ലോ എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴേക്കും ദേവി അങ്ങോട്ടേക്ക് വന്നു. ദേവി വന്നപ്പോൾ ജയന്തിയെ കണ്ടു. ഒന്ന് അന്താളിച്ചു. അത് കഴിഞ്ഞ് ദേവി അങ്ങോട്ടേക്ക് ചെന്നു. ജയന്തി അടുത്ത് വന്നിട്ട് ഒത്തിരി നേരമായോ എന്ന് ചോദിച്ചു. ഇല്ല ദേവി, ചന്ദ്രോത്ത് അപ്പച്ചി ഒന്ന് കാണാൻ വേണ്ടി ചെന്നപ്പോഴേ അഞ്ജുവിൻ്റെ കാര്യവും പറഞ്ഞ് അപ്പച്ചിയുടെ വക പരാതികൾ, എന്നാൽ പിന്നെ അഞ്ജുവിനെ കണ്ടിട്ട് ഒന്ന് വിവരം പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞപ്പം എന്നിട്ട് അഞ്ജുവിനെ കണ്ടില്ലേന്ന് ചോദിച്ചു. കണ്ടെന്നും പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം പിന്നെ നിങ്ങളെ രണ്ടുപേരെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി നിന്നതാ. കണ്ണം വന്നു എന്ന് അറിഞ്ഞോണ്ടേ അപ്പുവിനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ദേവി ഇങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കി നിൽക്കുന്നു. അത്രേ ഉള്ളോ എന്ന് ചോദിച്ചു. അത് പിന്നെ കണ്ണം വന്നിട്ട് പ്രത്യേകിച്ച് പറയത്തക്ക വിശേഷങ്ങളൊന്നും ഇല്ലയെന്നും ദേവി ഇങ്ങനെ പറയാം. അപ്പോഴേക്കും ജയന്തി എന്നും പറഞ്ഞു. അവൻ അവിടെ ഒരു കമ്പനി തുടങ്ങാൻ പോവുക. പിന്നെ ആ കാര്യം പറയാനും ഞങ്ങളെയൊക്കെ അതിലേക്ക് ക്ഷണിക്കാനും വേണ്ടിയിട്ടാണ് അവൻ വന്നതെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ അന്ന് ജയന്തേച്ചി ഇരിക്കേ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു ദേവി എന്നിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അങ്ങ് പോയി. ദേവി അങ്ങ് പോയ പോക്കിന് കണ്ടില്ലേ അപ്പു, എല്ലാവരുടെയും സാമർഥ്യം നീ കണ്ടില്ലേ? എല്ലാവരും അവരവർക്കുള്ളതെല്ലാം ചോദിച്ച് മേടിക്കുക, അല്ലാതെ ഹരിയെപ്പോലെ കയറി ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നീ നിൻ്റെ ഹരിയോട് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ച് മേടിച്ച് എടുക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വഴിയാധാരാവേ, ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ് നീ ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയാനുള്ളത് ഞാൻ പറയും, എനിക്കത് പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് പലർക്കും ഞാനൊരു പരദൂഷണക്കാരിയാ. പിന്നെ ഞാൻ പറഞ്ഞതേ ഒടുവിൽ ഓരോരുത്തർക്ക് അനുഭവത്തിലായിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞ് പ്രത്യേകിച്ച് നിൻ്റെ കാര്യത്തിൽ അത് നിനക്ക് ഓർമ്മ വേണമെന്നും ജയന്തി പറയണം. ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞ് ജയന്തി എന്നിട്ട് എത്രയും കുശുമ്പുത്തിട്ടങ്ങ് പോകാൻ നോക്കുന്നു. പിന്നെ കണ്ണനും ശിവനും ഒക്കെ വാ തുറന്ന് ബാലേട്ടനും ഓരോന്ന് പറയുന്നത് പോലെ ഹരിയോടും ആവശ്യമുള്ളത് പറയാൻ നീ തന്നെ പറയണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ഇല്ലെങ്കിലേ നിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം കഷ്ടത്തിലാകുവേ.
ഞാൻ ഇറങ്ങാം എന്നും പറഞ്ഞുകൊണ്ട് ദേ അവിടെ നിന്ന് ജയന്തി അങ്ങ് പോണു. നമ്മുടെ അപ്പു ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നു. ജയന്തി പറഞ്ഞത് ശരിയാണല്ലോ എന്നുള്ളൊരു മട്ടിൽ. അപ്പോൾ എല്ലാം കൊണ്ടും കുളം കലക്കിയിട്ടാണ് ജയന്തി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്. എന്തായാലും ഈ കണ്ണനെന്ന് പറയുന്നവൻ യാതൊരു മര്യാദയും ഇല്ലാതെ എല്ലാവരുടെയും മനസ്സുകളെ കുത്തി നോവിച്ചുകൊണ്ട് ആ ഒരു വല്ലാത്തൊരു ഇതിങ്ങനെ പറയുമ്പോഴേക്കും കണ്ണൻ്റെ സകല കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കാനുള്ള തീരുമാനത്തിലാണ് നമ്മുടെ ദേവിയും ബാലനും. അപ്പോൾ അനിയന്മാർ ഈ കഥ അറിഞ്ഞു കഴിയുമ്പോൾ കണ്ണൻ്റെ കാര്യത്തിന് ഏകദേശ തീരുമാനമൊക്കെ ആകും. അങ്ങനെ എന്തൊക്കെയോ വമ്പൻ കള്ളത്തരങ്ങളുമായി പടികടന്നു വന്ന കണ്ണന് ഇടിവെട്ട് പണി തന്നെ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും കൂടെ ചേർന്ന് കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.